ക്രൂശതിൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ കഴുകണേ നിൻ ശുദ്ധരക്തത്താൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ
മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. യുഗായുഗം സ്വർഗവാസത്തിനായി മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. എന്നെ ആഴമായി സ്നേഹിച്ചിടാൻ എന്നിലെന്തു കണ്ടു നാഥാ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്നിലെന്തു കണ്ടു നാഥാ. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാതലായ 7 ചോദ്യങ്ങളാണ് നാം പല നാളുകളായി മരണാനന്തരാവസ്ഥയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു വരുന്നത്. 1, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ? 2, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? 3, ജീവിച്ചിരുന്ന് മരണം കാണാതിരിക്കുന്ന മനുഷ്യൻ ആര്? 4, തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുള്ളൂ? 5, മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? 6, നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കുമോ? 7, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഇയ്യോബിൻ്റെ പുസ്തകത്തിലും സങ്കീർത്തന പുസ്തകത്തിലും ആവർത്തിച്ച് വരുന്നതായ ഈ ചോദ്യങ്ങൾ മരണാനന്തരാവസ്ഥയോട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു വരികയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ മനോഹരമായ ഒരു സംഭവ വിവരണത്തിൽ മരണാനന്തരാവസ്ഥയെക്കുറിച്ചുള്ള വളരെ വിശദമായ ചില കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ലാസറിൻ്റെയും ധനവാന്റെയും ആ സംഭവ കഥ കരുണയുള്ള കർത്താവ് അരുളി ചെയ്തത് മരണാനന്തര ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന അനേകമനേകം സത്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ലാസർ മരിച്ചു. അവനെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പറുദീസയിൽ പരിശുദ്ധന്മാരുടെ നിലയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ പാതാളത്തിൽ യാതനാസ്ഥലത്തേക്ക് അയക്കപ്പെട്ടു. ധനവാനും ലാസറും മരിക്കുന്നതുവരെ ഈ ഭൂമിയിൽ ഒരേ ദേശത്ത് താമസിച്ചു, ഒരേ സ്ഥലത്ത് താമസിച്ചു, എന്നും പരസ്പരം കാണുമാറ് അടുത്ത് താമസിച്ചു. ധനവാൻ വീടിനകത്താണ്, ലാസർ വീടിന് പുറത്ത് ഗേറ്റിന് വെളിയിലാണ്. എന്നാൽ ഒരേ നാട്ടിൽ ജീവിച്ചവർ, പരസ്പരം മുഖപരിചയമുള്ളവർ, പരസ്പരം കണ്ടിട്ടുള്ളവർ, എന്നാൽ മരണം കഴിഞ്ഞപ്പോൾ രണ്ടിടത്തായിപ്പോയി, 2 ലോകത്തായിപ്പോയി. ധനവാൻ ഇവിടെ പട്ടും ധൂമ്രവസ്ത്രവും ധരിക്കുന്നവനായിരുന്നു, ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ച് ജീവിക്കുന്നവനായിരുന്നു. ഒന്നിനും കുറവില്ലാതെ, ഒന്നിനും പഞ്ഞമില്ലാതെ, സുഖസമൃദ്ധിയിലും സന്തോഷത്തിൻ്റെ ശീതളമയിലും ആനന്ദിച്ച് ലയിച്ച് കഴിയുന്നവനായിരുന്നു. എന്നാൽ ദരിദ്രനായ ലാസർ രോഗിയായിരുന്നു, അവശനായിരുന്നു, ദുഃഖിതനായിരുന്നു, വ്രണം നിറഞ്ഞവനായിരുന്നു. ലാസർ മരിച്ചപ്പോൾ അവൻ സന്തോഷത്തിൻ്റെ പറുദീസയിലേക്ക് ആനയിക്കപ്പെട്ടു. സ്വർഗീയ ദൂതന്മാർ അവന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ ആത്മാവ് പരിശുദ്ധന്മാരുടെ നിലയിലേക്ക് എത്തി. എന്നാൽ ധനവാൻ മരിച്ചപ്പോൾ നല്ല ശവോടക്കെല്ലാം കിട്ടി, നല്ല ആഡംബര സമന്വിതമായ ഒരു ശവസംസ്കാര ചടങ്ങെല്ലാം നടന്നു. മനോഹരമായ ശവസംസ്കാര ശുശ്രൂഷകൾ നടന്നു കാണും. അടക്കപ്പെട്ടു എന്നാണ് നാം തിരുവചനത്തിൽ വായിക്കുന്നത്. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ ആത്മാവ് പാതാളത്തിലേക്ക് പോയി, യാതനാസ്ഥലത്തേക്ക് പോയി.
മരണശേഷം എന്താണ് അവസ്ഥ, അതാണ് നാം ചിന്തിച്ചു വരുന്നത്. മരിച്ചതിന് ശേഷം പരസ്പരം കാണാൻ പറ്റും. പക്ഷേ രണ്ടിടത്താണെന്നേ ഉള്ളൂ. പരസ്പരം കാണാൻ പറ്റും, പരസ്പരം അറിയാൻ പറ്റും, പരസ്പരം തിരിച്ചറിയാൻ പറ്റും മരണത്തിന് ശേഷം. കാരണം ധനവാൻ അവൻ യാതനാസ്ഥലത്താണ് എങ്കിലും മേലോട്ട് നോക്കി അബ്രഹാം പിതാവിനെ തിരിച്ചറിഞ്ഞു. അബ്രഹാം പിതാവിൻ്റെ മടിയിലുള്ള ലാസറിനെയും തിരിച്ചറിഞ്ഞു. അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കണ്ടു. തന്നെയല്ല, നീതിമാനല്ല ഈ ധനവാൻ. പക്ഷേ അവൻ യാതനാസ്ഥലത്താണെങ്കിൽ പോലും അവൻ അബ്രഹാം പിതാവിനെ തിരിച്ചറിയുന്നെന്ന് മാത്രവുമല്ല, അവന് തിരിച്ചറിവിൻ്റെ സുബോധം അപ്പോഴുമുണ്ട്. അവന് അപ്പുറത്തുള്ള ആ സ്വർഗീയ പറുദീസായിലുള്ള അബ്രഹാം പിതാവിനോട് സംഭാഷണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് നാം കാണുന്ന, അബ്രഹാം പിതാവേ, ലാസറിനെ ഒന്നിങ്ങോട്ട് അയക്കണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് ലാസറിനെ ഒന്ന് എൻ്റെ അരികിലേക്കൊന്ന് അയക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. മരണത്തിന് ശേഷം ആത്മാവിന് അപേക്ഷിക്കാം, ആത്മാവിന് പ്രാർത്ഥിക്കാം, പക്ഷേ നിഷ്ഫലമാണെന്നേ ഉള്ളൂ. ആ പ്രാർത്ഥനകൾ ഫലശൂന്യമാണ്. മരണത്തിന് ശേഷമുള്ളതായ ആ പ്രാർത്ഥന നിഷ്പ്രയോജനമായി പോയി. അത് സമയം കഴിഞ്ഞുള്ള പ്രാർത്ഥനയാണ്. ലേറ്റ് പ്രേയേഴ്സ്, ലേറ്റ് റിയലൈസേഷൻ. വൈകിപ്പോയി, ആ പ്രാർത്ഥന വൈകിപ്പോയി. മാത്രമല്ല, ആ പ്രാർത്ഥന വൈകിപ്പോയി എന്നതിന് കാരണം റിയലൈസേഷൻ വൈകിപ്പോയി. വൈകിപ്പോയി ഈ കാര്യത്തിന് തിരിച്ചറിവ്. ഞാൻ ഈ യാതനാസ്ഥലത്താണല്ലോ വരുന്നത് എന്നുള്ള സത്യം ഇപ്പോഴാണ് അറിഞ്ഞത്. വളരെ വൈകിപ്പോയി. അവൻ ആ കാര്യം ഗ്രഹിക്കാൻ താമസിച്ചു പോയി. അഥവാ കേട്ടെങ്കിൽ തന്നെയും അത് അംഗീകരിക്കാൻ താമസിച്ചു പോയി. ലേറ്റ് റിയലൈസേഷൻ, ലേറ്റ് പ്രേയേഴ്സ്. വൈകിയ തിരിച്ചറിവ്, വൈകിയ ഉത്ബോധ്യം, വൈകിയ പ്രാർത്ഥന. മരിച്ചതിന് ശേഷം പിന്നീട് നാം കാണുന്നത് ഈ ധനവാന് അവന് അങ്ങോട്ട് കടക്കാൻ പാടില്ല. അബ്രഹാം പിതാവ് ഇരിക്കുന്നിടത്തേക്ക്, ലാസർ വസിക്കുന്ന പരിശുദ്ധന്മാരുടെ ആ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അവന് കടന്നു ചെല്ലാൻ സാധ്യമല്ല. അബ്രഹാം പിതാവ് പറയുന്നുണ്ട്, അതാണ് നാം കാണുന്നത്, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. എവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇടയ്ക്ക് വലിയൊരു പിളർപ്പ്. ആ പിളർപ്പിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുകയില്ല, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും കിടക്കാൻ പറ്റുകയില്ല. വലിയൊരു പിളർപ്പ്. സഹോദരങ്ങളെ, ഭൂമിയിൽ വെച്ച് ആ പിളർപ്പ് ഇല്ല. ഭൂമിയിൽ ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ജോലി ചെയ്യാം, ഒരുമിച്ച് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ പരസ്പര സമ്പർക്കമാകാം. എന്നാൽ അവിടെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, മരണമെന്ന തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പകരാൻ സാധ്യമല്ല, പരസ്പരം കടന്നു പോകാൻ സാധ്യമല്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അബ്രഹാം പിതാവ് പറയുന്നത്. മാത്രവുമല്ല, ഈ ഭൂമിയിലുള്ളവരെക്കുറിച്ചുള്ളതായ അറിവ്, ഭൂമിയിൽ നിന്ന് കടന്നുപോയതിന് ശേഷവും വാങ്ങിപ്പോയ ആത്മാക്കൾക്കുണ്ട്. ധനവാനായ മനുഷ്യൻ അവൻ യാതനാസ്ഥലത്താണെങ്കിലും അവൻ്റെ സഹോദരന്മാരെക്കുറിച്ച് അവൻ അറിവുണ്ട്, അവരെക്കുറിച്ച് കൺസേൺ ഉണ്ട്. അവർ ഈ യാതനാസ്ഥലത്ത് വരരുത് എന്ന് അവൻ ആഗ്രഹമുണ്ട്. സഹോദരങ്ങളെ, ഓർത്തുകൊണ്ടേണ്ടത് ആവശ്യമാണ്, നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നാൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. ഭൂമിയിലുള്ളവരെക്കുറിച്ചുള്ള കൺസേൺ നഷ്ടപ്പെടുകയല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെക്കുറിച്ചുള്ള പരിഗണന നഷ്ടപ്പെടുകയല്ല, ഈ ഭൂമിയിൽ പിന്നീട് ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടുകയല്ല, സ്മരണയുടെ അപ്പുറത്തേക്ക് പോവുകയല്ല, ഓർമ്മയുടെ അപ്പുറത്തേക്ക് പോവുകയല്ല, മറവിയുടെ കയത്തിലേക്ക് നീങ്ങുകയല്ല. ഓർമ്മയുണ്ട്,
ഓർക്കാൻ സാധിക്കുന്നുണ്ട്. ഭൂമിയിൽ ജീവിക്കുന്നവരെക്കുറിച്ച് കൺസേൺ ഉണ്ട്. ഇവിടെ അല്പം ഊന്നി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും കടന്നുപോയില്ലേ? ഭർത്താവ് കടന്നുപോയവർ പലരും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. ഭാര്യ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയതിനു ശേഷം ഭൂമിയിൽ ജീവിക്കുന്ന ഭർത്താക്കന്മാർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, മാതാപിതാക്കൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി, മക്കൾ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവർ, നമ്മിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നുപോയവർ, നമ്മെക്കുറിച്ച് കരുതലുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അവർക്ക് നമ്മെക്കുറിച്ച് വേദനയുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നമ്മുടെ അവസ്ഥ അവർ അറിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അവർ നമ്മുടെ സാക്ഷാത്തായ അവസ്ഥ കാണുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അവരെക്കുറിച്ചുള്ളതായ ആ വേദന നമ്മെ ഭരിക്കുന്നുണ്ടോ? ഓർക്കുക, കടന്നുപോയവർ, അവർ നമ്മെ കാണുന്നു, അവർ നമ്മെ അറിയുന്നു, നമ്മെക്കുറിച്ചുള്ള കൺസേൺ ഉള്ളവരായി വാങ്ങിപ്പോയവർ കഴിയുന്നു. അതിനെക്കുറിച്ച് ഒരു ചിന്ത നമുക്കുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. എങ്കിൽ നാം അതും നമ്മുടെ ജീവിതത്തിൽ ഒരച്ചടക്കത്തിന് കാരണമാക്കിയെടുക്കും. അരുതാത്ത രീതിയിൽ ജീവിക്കാൻ മക്കൾ തയ്യാറാവുകയില്ല. അപ്പൻ അങ്ങ് കടന്നുപോയി, പക്ഷേ അപ്പൻ നേടിയെടുത്തതായ ചില സൗഭാഗ്യങ്ങളുണ്ട്, അപ്പൻ ഊട്ടി വളർത്തിയെടുത്തതായ ചില സൽപ്പേരുകളുണ്ട്, അപ്പൻ നയിച്ചു കൊണ്ടുപോകുന്നതായ ചില അനുഗ്രഹീതമായ സംരംഭങ്ങളുണ്ട്. അതിനെയെല്ലാം പിന്നീട് ഏറ്റെടുത്ത് നടത്താൻ മക്കൾ കടപ്പെട്ടവരാണ്. മക്കൾ അതെല്ലാം നശിപ്പിച്ച് കളയുകയും സനാതന മൂല്യങ്ങളെയെല്ലാം ഇടിച്ചു കളയുകയും ചെയ്യുന്നുവെങ്കിൽ അപ്പൻ അപ്പുറം ലോകത്തിരുന്നു കൊണ്ടതെല്ലാം കണ്ട് വിതുമ്പുകയായിരിക്കുകയില്ലേ? അപ്പൻ്റെ കൺസേൺ എത്രമാത്രം വളരെ വേദനാകരമായിരിക്കും, എത്രമാത്രം സങ്കടം നിറഞ്ഞതായിരിക്കും, നമുക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു, യാതനാസ്ഥലത്ത് കിടക്കുമ്പോൾ ഭൂമിയിലുള്ള 5 സഹോദരന്മാരെക്കുറിച്ച് കൺസേണോടുകൂടി ചിന്തിക്കുകയാണ്. പരിഗണനയുള്ളവനാണ്, അവരെക്കുറിച്ച് കരുതലുള്ളവനാണ്. അബ്രഹാം പിതാവേ, എൻ്റെ അടുക്കലേക്കല്ലേ ലാസറിനെ അയക്കാൻ പറ്റാതുള്ളൂ. ഭൂമിയിൽ എൻ്റെ 5 സഹോദരന്മാരുണ്ട്, അവർ ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവർക്ക് വേണ്ടി ഈ ലാസർ ചെന്ന് ഒരു സാക്ഷ്യം പറയണമേ എന്ന് ഈ ധനവാൻ അപേക്ഷിക്കുകയാണ്. ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കണമേ, ഇങ്ങോട്ടല്ലേ അയക്കാൻ പറ്റാതുള്ളൂ. സഹോദരങ്ങളെ, ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് പക്ഷേ സാക്ഷ്യം പറയുക എന്നുള്ളതിനൊന്നും ഒരു വില കൊടുത്തവനായിരിക്കാൻ ഇടയില്ല ഈ ധനവാനായ മനുഷ്യൻ. ഭൂമിയിൽ ജീവിച്ച കാലത്ത് കർത്താവിൻ്റെ തിരുവചനം പറയുന്ന വചന ശുശ്രൂഷകൾക്ക് അത്ര പ്രാധാന്യമൊന്നും കൽപ്പിച്ച് കാണുകയില്ല. അങ്ങനെയെങ്കിൽ അവൻ ഈ യാതന സ്ഥലത്ത് വരേണ്ടി വരികയില്ലായിരുന്നല്ലോ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വില കൊടുത്തിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മൂല്യം അറിഞ്ഞിരുന്നെങ്കിൽ, ദൈവീക ശുശ്രൂഷകളുടെ ഘനഗാംഭീര്യം ഗ്രഹിച്ചിരുന്നെങ്കിൽ, ദൈവീക ശുശ്രൂഷയുടെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ ഈ യാതന സ്ഥലത്ത് വരികയില്ലായിരുന്നല്ലോ. എന്നാൽ എൻ്റെ 5 സഹോദരന്മാരും അങ്ങനെ തന്നെയുള്ളവരാണ്. അവരെങ്കിലും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ ഈ ലാസർ ചെന്ന് ഒരു സാക്ഷ്യം പറയണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഭൂമിയിലുള്ളവരെക്കുറിച്ച് വാങ്ങിപ്പോയവർക്ക് കൺസേൺ ഉണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, എങ്കിൽ നാം ഒന്ന് ചിന്തിക്കൂ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ ഓർത്ത് കരയുന്നവരുണ്ടായിരിക്കുകയില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നുപോയവർ നമ്മെ ഓർത്ത് ഏങ്ങലടിക്കുന്നുണ്ടാവില്ലേ? നമ്മെ വിട്ട് കടന്നുപോയ ഭർത്താവ് വേദനിക്കുന്നുണ്ടാവില്ലേ? നമ്മെ വിട്ട് കടന്നുപോയ ഭാര്യ സങ്കടത്തോടെ അവിടെ കരയുന്നുണ്ടാവില്ലേ? നമ്മളെ വിട്ട് കടന്നുപോയ മക്കൾ അവിടെ വേദനയോടെ മുറവിളി കൂട്ടുന്നുണ്ടാവില്ലേ? ഒന്ന് ചിന്തിക്കൂ. നമ്മെ വിട്ട് കടന്നുപോയ പിതാക്കന്മാർ, പരിശുദ്ധന്മാരായ പിതാക്കന്മാർ നമുക്ക് വേണ്ടി വേദനിച്ച് കണ്ണീരൊഴുക്കുന്നുണ്ടാവില്ലേ? ഓർക്കൂ സഹോദരങ്ങളെ, വളരെ ഗൗരവമേറിയ കാര്യം, ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയതിന് ശേഷം ആ അപ്പുറം ലോകത്തിരുന്നു കൊണ്ട്, പക്ഷേ യാതനാ സ്ഥലത്താണെങ്കിൽ പോലും ഭൂമിയിലുള്ളവരെക്കുറിച്ച് കരുതലും പരിഗണനയും ഉള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. മാത്രവുമല്ല, നാം ഗ്രഹിക്കുന്നത് 16-ാം അധ്യായം 29-ാം വാക്യം. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഈ മരിച്ച ലോകത്ത് നിന്ന്, വാങ്ങിപ്പോയ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ആരെയും അയച്ച് ശുശ്രൂഷ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള ഒരു വഴിയില്ല, അതിനുള്ളൊരു മാർഗമില്ല, അതിനുള്ളൊരു സംവിധാനമില്ല, അതിനുള്ള അനുമതിയുമില്ല. എന്നാൽ ഈ ഭൂമിയിൽ ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങനെ ഒരു അത്ഭുതം നടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ ശുശ്രൂഷ നടക്കാൻ ഈ ഭൂമിയിലുള്ള പ്രവാചകന്മാർ, ഈ ഭൂമിയിൽ ദൈവം നിയോഗിച്ചാക്കിയിട്ടുള്ള പ്രവാചകന്മാർ, അവരാണ് ആ വേല ചെയ്യേണ്ടത്.
അവരാണ് ആ മഹത്വപൂർണമായ കാര്യം നിർവഹിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. അബ്രഹാം പിതാവ് പറയുകയാണ്, ആളുകൾക്ക് പ്രബോധനം കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജനത്തിന് പകർന്നു കൊടുക്കുവാൻ അതിനെ ഈ ഭൂമിയിൽ പ്രവാചകന്മാരെ നിയമിച്ചിട്ടുണ്ടല്ലോ. മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്നാണ് അബ്രഹാം പിതാവ് പറയുന്നത്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ അരുളപ്പാടുകൾ കേൾക്കുവാൻ നാം തയ്യാറാകേണ്ടതാണ്. ഒരത്ഭുതം നടക്കാൻ നാം കാത്തിരിക്കുകയല്ല വേണ്ടത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നത് കണ്ടാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയുന്നവരുണ്ട്. ഒരു മഹാവ്യാധികൾ മാറുന്നത് കണ്ടാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയുന്നവരുണ്ട്. ദൈവം എനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെടട്ടെ എന്നാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാമെന്ന് പറയുന്നവരുണ്ട്. സഹോദരങ്ങളെ, വ്യർത്ഥമായ വാദഗതികളാണ്. അതൊന്നും സത്യമായ പ്രസ്താവനകളല്ല. അതെല്ലാം കുയുക്തികളാണ്. വെറുതെ തർക്കത്തിന് വേണ്ടിയുള്ളതായ, വാഗ്വാദത്തിന് വേണ്ടിയുള്ളതായ കുതർക്കങ്ങളാണ്. അതെല്ലാം പ്രയോജനരഹിതമായ വാഗ്വാദങ്ങളാണ്. ഓർക്കുക, അപ്പുറം ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് കടന്നു പോകാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയാമോ, ചിലരെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് അപ്പുറം ലോകത്ത് കടന്നു ചെന്നിട്ട് പിന്നീട് ഭൂമിയിലേക്ക് മരിച്ച ആത്മാക്കളെ കൊണ്ടുവരാമെന്നാണ്. മരിച്ച ആത്മാക്കൾ വന്ന് സംസാരിക്കുമെന്നാണ്. അതെല്ലാം പൈശാചികമായ ചില വ്യാപാരങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, വേദപുസ്തകത്തിൽ തന്നെ എങ്ങനെയുണ്ടല്ലോ, ശമൂവേൽ പ്രവാചകന്റെ കാലത്ത് എങ്ങനെ ഉണ്ടായല്ലോ. ഒരു വെളിച്ചപ്പാടത്തിൻ്റെ അടുക്കലേക്ക് ശൗൽ രാജാവ് ചെന്ന് ശമൂവേൽ പ്രവാചകൻ വാങ്ങിപ്പോയതിനു ശേഷം പ്രവാചകൻ്റെ ആത്മാവിനെ ഇന്ന് വരുത്തി തരയണമെന്ന് വെളിച്ചപ്പാടത്തിയോട് പറഞ്ഞതായിട്ടും വെളിച്ചപ്പാടത്തി പ്രവാചകൻ്റെ ആത്മാവിന് വരുത്തി കൊടുത്തതായിട്ടുമെല്ലാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് പക്ഷേ ചിലർക്കെങ്കിലും വേദപുസ്തകം അറിയാവുന്നവർക്ക് തോന്നിയേക്കാം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 8-ാം വാക്യം. ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് രണ്ടാളെയും കൂട്ടിപ്പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി. വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. പറയുന്നവനെ വരുത്തി തരയണമെന്ന് ശൗലെ വെളിച്ചപ്പാടത്തിയോട് പറഞ്ഞു. സ്ത്രീ അവനോട്, ശൗൽ ചെയ്തിട്ടുള്ളത് അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്തുനിന്ന് ഛേദിച്ചു കളഞ്ഞത് തന്നെ നീ അറിയുന്നുവല്ലോ. എന്നെ കൊല്ലിപ്പാൻ നീ എൻ്റെ ജീവനെ കണിവെക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യഹോവയാണ് ഈ കാര്യം കൊണ്ട് നിനക്ക് ഒരു ദോഷവും ഭവിക്കയില്ല എന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്തു പറഞ്ഞു. ഞാൻ ആരെ വരുത്തി തരേണ്ടു എന്ന് സ്ത്രീ ചോദിച്ചതിന് ശമൂവേലിനെ വരുത്തി തരയണമെന്ന് അവൻ പറഞ്ഞു. സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു, ശൗലിനോട്, നീ എന്നെ ചതിച്ചതെന്ത്? നീ ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചതിന്, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോട്, അവൻ്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഒരു വൃദ്ധൻ കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ശമൂവേൽ കയറി വരുന്നതായി ആ വെളിച്ചപ്പാടത്തി കാണുന്നതായി അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിനെയാണ് ശൗലിന് കാണിച്ചു കൊടുക്കുന്നതായിട്ട് പറയുന്നത്. അതെന്താണ്? ശൗല് ദൈവത്തെ ദുഃഖിപ്പിച്ച് പിശാചിനിടം കൊടുത്തിരിക്കുകയാണ്, സാത്താൻ ഇടം കൊടുത്തിരിക്കുകയാണ്. അവിടെ കയറി വന്നത് സാക്ഷാൽ ശമൂവേലിൻ്റെ ആത്മാവല്ല, അതൊരു പൈശാചിക ശക്തിയാണ്, പൈശാചിക ഭൂതമാണ്, പൈശാചിക ആത്മാവാണ്, ദുരാത്മാവാണ്, ദുർഭൂതമാണ് കയറി വന്നത്. ഓർത്തുകൊള്ളുക, മരിച്ച ആത്മാക്കളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ദുരാത്മാക്കളുടെ വേലയാണ്, അത് ദുർഭൂതങ്ങളുടെ പരിപാടിയാണ്. അത് ഇന്നത്തെ ഈ വേദപുസ്തകത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് മനുഷ്യ പറയുന്നതായ കാര്യങ്ങളാണ്. ഈ ഭാഗം വെച്ചുകൊണ്ട് തന്നെ വേദപുസ്തകം അറിയാവുന്നവർ പോലും മരിച്ച ലോകത്ത് നിന്ന് ആത്മാക്കളെ കൊണ്ടുവന്ന് സംസാരിക്കാമെന്നെല്ലാം പറയുന്നുണ്ട്. പലതും ഒത്തുവരുന്നല്ലോ എന്ന് ചില ന്യായങ്ങളെല്ലാം പറയുന്നുണ്ട്. ചില പത്രങ്ങളിലും ചില മാസികകളിലും മറ്റും നിങ്ങൾ അങ്ങനെയുള്ളതായ പ്രസ്താവനകൾ പക്ഷേ കണ്ടു കാണും. അതിലേക്ക് കടക്കാനല്ല ഞാൻ യത്നിക്കുന്നത്. പക്ഷേ അതിൻ്റെ പരമ യാഥാർത്ഥ്യം നിങ്ങൾ അറിയിക്കാം. മരിച്ചതിന് ശേഷം ആരെയും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. അങ്ങനെ സാധിക്കുമെന്ന് പറയുന്നത് പൈശാചികമായ വ്യാപാരമാണ്. സാത്താൻ താനും വെളുത്ത ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്ന് തിരുവചനത്തിൽ വാക്യമുണ്ട്. സഹോദരീ സഹോദരങ്ങളെ ഓർക്കുക, ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയതിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങി വരാൻ സാധ്യമല്ല. ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയതിന് ശേഷം മാനസാന്തരപ്പെടാൻ സാധ്യമല്ല. ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയതിന് ശേഷം പ്രാർത്ഥന നിഷ്പ്രയോജനമാണ്. ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയതിന് ശേഷം
കാര്യങ്ങൾ ഗ്രഹിച്ചു എന്നുള്ളതൊന്നും പ്രയോജനമില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. ഇന്ന് നമ്മുടെ അരികിലേക്ക് ദൈവത്തിൻ്റെ വചനം നമ്മുടെ വായ്ക്ക് സമീപമായി, നമ്മുടെ ആളത്വത്തിൻ്റെ അരികിലേക്ക് ദൈവത്തിൻ്റെ തിരുവചനം ഇറങ്ങി വരുന്ന ഈ സമയത്ത് നമ്മെ തന്നെ ക്രിസ്തുവിന് കൊടുക്കാം. ഇന്ന് നമുക്ക് മാനസാന്തരപ്പെടാം, ഇന്ന് നമുക്ക് വിശ്വസിക്കാം, ഇന്ന് നമുക്ക് അനുദപിക്കാം, ഇന്ന് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കാം. നമുക്ക് വേണ്ടി ക്രൂശിൽ വെച്ച രക്ഷകനെ ഇന്ന് നമ്മുടെ നാഥനായി നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. കർത്താവിനോട് നമുക്ക് വാക്ക് പറയാം, കർത്താവേ, ഇത്രയും കാലം ഞാൻ സത്യം റിയലൈസ് ചെയ്തില്ല, ഇത്രയും കാലം ഞാൻ സത്യം ഗ്രഹിച്ചില്ല, ഇത്രയും കാലം ഞാൻ അറിയേണ്ടതുപോലെ കാര്യങ്ങൾ അറിഞ്ഞില്ല, ഒരു മരണമുണ്ടെന്ന് പോലും ഞാൻ ചിന്തിക്കാതെ തോന്നിയതുപോലെ ജീവിച്ചു. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമെന്ന് ചിന്തിക്കാതെ, ആത്മാവിനെക്കുറിച്ച് കരുതാതെ ഞാൻ നാഥ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പിന്നാലെ ഓടിപ്പോയി വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിൽ നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ കാലം പോക്കിപ്പോയി. ദൈവമേ, നീ എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, എൻ്റെ പാപത്തിന് ശിക്ഷ വഹിച്ച് ക്രൂശിൽ മരിച്ച രക്ഷക, ഇന്ന് ഇപ്പോൾ തന്നെ നിന്റെ തൃക്കരം എൻ്റെ മേൽ വെക്കണമേ, എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ, സത്യമാനസാന്തരത്തിൻ്റെ മഹാഭാഗ്യം എനിക്ക് നൽകണമേ, നിന്നെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ജീവൻ നയിപ്പാൻ എനിക്ക് ഭാഗ്യം നൽകണമേ. സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ തന്നെ സമർപ്പിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, ഈ വചനങ്ങളെ കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ഭൂമിയിൽ വെച്ച് തന്നെ മാനസാന്തരപ്പെടുവാനും അവിടുത്തെ കരുണയുടെ സ്വർഗീയ സന്നിധാനത്തിലേക്ക് അടുത്തണയുവാനും എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാവരെയും നിന്റെ കൃപയിലേക്ക് ആനയിക്കണമേ. നാഥ, ഓരോരുത്തരെയും ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് അനുഭവിക്കുവാനും മാനസാന്തരപ്പെടുവാനും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച് പുതുജീവിതം നയിക്കുവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. എല്ലാ നന്മകളാലും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ.